സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹവന്ദനം. ഇത് ബാബു ജോൺ, വേട്ടമല ഫിലിപ്പോസ് സ്വദേശിയുടെ കൊച്ചുമകൻ. കീക്കുഴൂർ 1985 വരെ ജീവിച്ചിരുന്നയാള്. ഇപ്പോൾ 26 വർഷമായി ലണ്ടനിലാണ്. ചേർക്കൊക്കെ കീക്കുഴക്കാർക്ക് എന്നെ അറിയാം, ഓർമ്മയുണ്ട്. പ്രിയ അനിച്ചാൻ എന്നോട് ഇങ്ങനെ കീക്കുഴൂരിന്റെ നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പിൽ വന്ന് ഒരു മെസ്സേജ് ഒന്ന് പറയണമെന്ന് ഒരു 2 വർഷത്തിന് മുമ്പാണ് ആവശ്യപ്പെട്ടത്. ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് വീണ്ടും ആവശ്യപ്പെടത്തില്ലോ, ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തില്ലെന്ന് കണ്ടങ്ങ് ഒഴിവാക്കി വിടുകയായിരുന്നു. ഇപ്പോഴും അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്താ കോൺഫിഡൻസ് ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മഹാന്മാരായ ശ്രേഷ്ഠന്മാരായ ഞാൻ വളരെ ആദരിക്കുന്ന ആളുകൾ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് കീഴ്ക്കോഴി ഓർക്കുമ്പം എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഏറാട്ടെ അച്ഛനാണ്, പി ടി കോശി അച്ഛനാണ്. എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് കോശി അച്ഛൻ. ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ്. അപ്പോൾ അച്ഛനൊക്കെ മെസ്സേജ് ഇടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഞാനും കയറി മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞാൽ, ഇപ്പം ആന ഒരിടത്ത് കൂടെ ഉറങ്ങുന്ന കണ്ടുകൊണ്ട് ഒരു പന്നീരി അതിൻ്റെ കൂടെ കയറി ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഫോട്ടോ പിടിച്ചിട്ട്, അത് ഞാനും ആനയൊക്കെ ഒരുമിച്ചല്ലയോ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കീഴ്ക്കുഴൂർ ഗ്രൂപ്പിലൊക്കെ കയറി ഒന്ന് മെസ്സേജ് ഇടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും ഇല്ല. പക്ഷേ അനിച്ചാൻ വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ആ പറഞ്ഞ കാര്യം തള്ളിക്കളയുന്നു എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം എന്ന് മാത്രമല്ല, കീഴ്ക്കുഴി എല്ലാ ആളുകളെയും വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പഴയ കീഴ്ക്കുഴുകാരനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്നേക്കാട്ടിൽ ശ്രേഷ്ഠന്മാരും എന്നെക്കാട്ടിൽ മാന്യന്മാരും വലിയവരും വിദ്യാസമ്പന്നരും എല്ലാ കാര്യത്തിലും ശ്രേഷ്ഠന്മാരുമായ ആളുകളുടെ മുമ്പിൽ വന്നിട്ട് അവരോടൊക്കെ അങ്ങ് കയറി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വലിയ അനൗചിത്യമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടത് വേണ്ടെന്ന് കണ്ടത്. ഇന്ന് ഞാൻ മാത്രമല്ല, എനിക്ക് വലിയ വലിയ ചിന്തകളില്ലല്ലോ. ആൾക്കാർ വലിയ നല്ല നല്ല തോട്ട്സ് പ്രസന്റ് ചെയ്യും. എനിക്കങ്ങനെ വലിയ തോട്ട്സ് ഒന്നും ഇല്ലതാനും. പിന്നെ അനിച്ച എന്നോട് പറഞ്ഞു, ബാബു ആഴമേറിയ തിയോളജി ഒന്നും പറയലെന്ന് പറഞ്ഞു. അതെനിക്ക് തിയോളജി അറിഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഒട്ടും അറിയത്തില്ല. ആ വാക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. പിന്നെ ഞാനെങ്ങനെ തിയോളജി പറയാനേ? വേദപുസ്തകം ചെറുതിലെ മുതലേ വായിച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് പ്രാർത്ഥന എന്ന വിഷയത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയാകുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, എല്ലാവരും ചെയ്യുന്നതോ. നമ്മളൊരു പുതിയ കാര്യം പറഞ്ഞു എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ബാബു എന്തായി പറയുന്നത്, നമ്മളാരും ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ, എങ്ങാണ്ട് ഇന്ന് പൊട്ടത്തരൊക്കെ പഠിച്ചുകൊണ്ട് ഇവിടെ വന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താ എന്നാരും പറയത്തില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അത് പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെ കുഴപ്പമില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. നമുക്കതിനാധാരമായിട്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ ഔവണ്ണം തന്നെ ആത്മാവുദാനം നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ ഒരാള് വേറൊരാളിൽ കൂടെ മറ്റൊരാളെ പറ്റി പറയുന്നൊരു പരാതിയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. പരാതിക്കാരനും ആരെ പറ്റിയ പരാതിയെന്നും പരാതി എന്താണെന്നും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യന്റെ ഒരു ഭാഗമായ സെഞ്ചറിയ എന്ന തുറമുഖത്തിരിക്കുമ്പോൾ തൻ്റെ സഭാവിശ്വാസമുള്ള ഒരാളായ ഒരു സഹോദരി റോമിലേക്ക് പോകുന്ന ഒരാവശ്യത്തിനാണ്. പൗലോസ് അതുവരെ റോമിൽ പോയിട്ടില്ല.
തനിക്ക് റോമിലൊന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. റോമിൽ പോകണമെന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ റോമിലെ സഭയിൽ പോയി പ്രസംഗിക്കാനാണ്, കുറച്ചാളത്തെ ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്താനാണ്. അങ്ങനെ അവിടെ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ റോമിലെ സഭ വലിയ റിച്ച് ചേർച്ചാണ്, എല്ലാം നല്ല കാശുള്ള അച്ചാന്മാരാണ്. മാത്രമല്ല അവിടെ അവർ നല്ലോണം പൈസ കൊടുക്കുകയും ചെയ്യും. ഈ പാസ്റ്റർമാർക്ക് വരുമ്പോഴേ നല്ല പൈസയെ കൊടുക്കും. അപ്പോൾ അവിടെ പോയി പ്രസംഗിച്ചാൽ ചില പൈസ കിട്ടും. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഉപദേശിമാരൊക്കെ അമേരിക്കയിൽ പോകത്തില്ല പ്രസംഗിക്കാൻ. ഈ പറഞ്ഞ നാട്ടിലെല്ലാവരും പ്രസംഗം കേട്ട് കഴിഞ്ഞു, എല്ലാവരും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു, എല്ലാവരും ഓക്കെ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അമേരിക്കയിൽ ബാക്കിയുള്ളതെന്ന് തോന്നും ഇവർ ഓടിപ്പോന്ന് പോക്കുണ്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടൊന്നും അല്ല, അവിടെയൊക്കെ ഒരു പ്രസംഗിച്ച ഡോളർ കിട്ടും, നല്ല വിലയാണ് അതിന്. ആ നാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വീടൊക്കെ വെക്കാം, പെണ്ണിനെ കെട്ടിക്കാം, മോളെ നേഴ്സിങ്ങിന് വിടാം, മുഴുത്ത കാറൊക്കെ മേടിച്ചാലും മിടുക്കനായിട്ട് നടക്കത്തില്ലേ. അമേരിക്കയൊക്കെ സുവിശേഷീകരിച്ചിരുന്ന് പറയുകയും ചെയ്യാം, പൈസയും കിട്ടും. അപ്പം പൗലോസിന്റെ ആഗ്രഹവും റോമിൽ പോകണമെന്ന് കുറേ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയാം, ഇച്ചിരി പൈസ മേടിക്കണമെന്ന്. പക്ഷെ പൗലോസ് പൈസ ആഗ്രഹിക്കുന്നത് പെങ്ങളുടെ മോളെ കെട്ടിച്ചയക്കാനും വലിയ വീട് വെക്കാനും മുട്ടം കാർ മേടിക്കാനൊന്നും അല്ല. അവിടെ നിന്ന് സ്പെയിനിൽ പോകണം സുവിശേഷമായിട്ട്. കാരണം മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ഭാഗം മുഴുവൻ താൻ സുവിശേഷീകരിച്ച് കഴിഞ്ഞു. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ഭാഗം മുഴുവനും. ഇനി മറ്റേ ഭാഗത്ത് സഭകൾ സ്ഥാപിക്കാൻ പോകണം. ചക്രമില്ല അതിൽ. അതെവിടെ നിന്ന് കിട്ടും? അത് ഇവർ കൊടുത്തല്ലോ കിട്ടുന്നു. ഈ കൊരിന്തിലെ സഭക്കാരാണ് 5 പൈസ കൊടുക്കാത്ത അർക്കീസുകളാണ്. 5 പൈസ കൊടുക്കത്തില്ല. പ്രസംഗം വലിയ ഇഷ്ടം ബൈബിൾ ക്ലാസ്സൊക്കെ, പക്ഷേ 5 പൈസ കൊടുക്കത്തില്ല. അങ്ങനത്തെ അർക്കീസ് പുള്ളികളുമാണ്. അപ്പം നോക്കിയപ്പോൾ റോമിൽ പോകണം. അപ്പം പെട്ടെന്ന് കയറി ചെന്നാലേ അവർ പറയും, അയ്യോ പാസ്റ്ററെ പറയണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച 2-3 ഗസ്റ്റുകളൊക്കെ വന്ന് ഉള്ള പൈസയെല്ലാം ഞങ്ങൾ പിരിച്ചു കൊടുത്തു, ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇച്ചിരി ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ വിചാരിച്ച് ഞാൻ വരുന്നുണ്ട്, ഞാൻ നല്ല ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കാം, അപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. അപ്പം എനിക്ക് നിങ്ങളാൽ യു വിൽ ബി ബ്ലെസ്ഡ് ബൈ മീ, നിങ്ങൾ എന്നാൽ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ എനിക്ക് ഒരു പ്രയോജനം ഉണ്ടാകുമല്ലോ. അതിനാ ഇനി കത്തെഴുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കത്തെഴുതി തുടങ്ങിയപ്പോഴേക്ക് വളരെ ഗൗരവമായ ചില പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ഒരു ചില ഇഷ്യൂസ് എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാൻ പോകുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയാം. എൻ്റെ പ്രസംഗം കേട്ടോ നല്ലൊരു ഉറക്കകൂളിയാന്ന് എൻ്റെ സ്റ്റുഡൻസ് പണ്ട് പറയുമായിരുന്നു. ബാബുജോൻ്റെ ക്ലാസ്സിലിരിക്കണം, സുഖമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം, രാവിലെ സുഖമായിട്ട് ഉറങ്ങാം, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, എന്ത് ഈ റോമിലെ പ്രശ്നമൊന്നും പറയുന്നില്ല. അപ്പം പറഞ്ഞു വന്ന് കാര്യവും ഗൗരവമായി. ലെറ്റർ എഴുതുക. ഏൻഷ്യൻ്റ് വേൾഡിൽ ഏറ്റവും ദൈർഘ്യമേറിയ കത്താണ്. ഇത്തരം ദീർഘമായ ഒരു കത്ത് ഏൻഷ്യൻ്റ് വേൾഡിൽ ആരും എഴുതിയിട്ടില്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് എഴുതി വന്നപ്പോഴേ പരിശുദ്ധാത്മാവെന്ന് പൗലോസിനെ കണ്ടവാനങ്ങ് ഇന്റർഫിയർ ചെയ്തു. ഏതായാലും നീ നിന്റെ ആവശ്യങ്ങളൊക്കെ എഴുതുകയല്ലേ, ആ കൂട്ടത്തിൽ എൻ്റെ ഒരു കാര്യം കൊണ്ടൊന്ന് എഴുതാൻ പറഞ്ഞു. എന്തുവാ? പരിശുദ്ധാത്മാവ് വളരെ ഭാരപ്പെട്ടിരിക്കുക. എന്താ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം? മുമ്പ് ആളുകൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരാൾ നാട്ടിലേക്ക് ഒരു കത്ത് എഴുതുമ്പോൾ ബാക്കി എല്ലാവരും കൊണ്ട് ഓരോ കൊച്ചു കത്ത് കൊടുക്കും, ഇത് ഞങ്ങളുടെ അവിടെ കൊടുത്തേക്കണം. കാര്യം ഓരോരുത്തർക്കായിട്ട് ഈ ഇല്ലൻ്റെ സ്റ്റാമ്പൊക്കെ ഒട്ടിക്കാൻ അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരാളുടെ എൻവലപ്പിൽ കുറേ പേരുടെ കത്ത് കാണും. നേരെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഏതായാലും നീ എഴുതുകയല്ലയോ, എന്നാലും എൻ്റെ കാര്യം കൂടി എഴുതാം. എന്താ എഴുതേണ്ടത്? എനിക്ക് വലിയ മനപ്രയാസമാണ് ഈ റോമിലെ സഭയെ ഓർക്കുമ്പോൾ. എന്താണെന്നറിയാമോ? ഇവിടെ പറയാണ്, ആത്മാവുദാനും നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. അപ്പൊ എന്തുവാ ബലഹീനതയേ ഉള്ളൂ. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നില്ല. പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്ന് ഈ സഭക്കാർ അറിയത്തില്ല. അപ്പൊ പിന്നെ ഒരു പ്രാർത്ഥിക്കുന്നത് തോന്നും പോലെ അങ്ങ് പ്രാർത്ഥിക്കുക. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതാ ബലഹീനത. അപ്പൊ പിന്നെ ആത്മാവ് എന്ത് ചെയ്യുക? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ
നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുക. ഞാനതിന് എൻ്റെ ഓൺ ലൈഫിൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയാമേ. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഈ ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ ഈ സ്റ്റുഡൻസിൻ്റെ ഈ അവരെഴുതുന്ന ആൻസർ ഷീറ്റ് മുഴുവൻ കറക്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഗൈഡിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് വേണം അത് യൂണിവേഴ്സിറ്റിക്ക് അയക്കാൻ. ഒരു സ്റ്റുഡൻറ്റ് അവൻ്റെ ആൻസർ എല്ലാം കൊണ്ടുവന്നു. 4000 പേജുള്ള ആൻസറാണ്. നോക്കുമ്പോൾ ഇത് മുഴുവൻ പൊട്ടത്തേറ്റാ. അതിൻ്റെ അടിയിലെല്ലാം വരച്ചിട്ട് പറയടാ ഇന്നതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറയും. പിന്നെയും കൊണ്ടുവരും. തഥൈവ. ഇങ്ങനെ 3 പ്രാവശ്യം വരെ നമ്മൾ തിരിച്ചയക്കാൻ പാടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അയക്കണമെന്ന്, തെറ്റാണെങ്കിൽ അയക്കണമെന്ന്. ഈ 2, 3, 4 പ്രാവശ്യം കഴിയുമ്പോൾ ഇവരുടെ ആൻസർ കാണുമ്പം നമ്മളങ്ങ് ഞെരങ്ങുക. അയ്യോ, ഈ മന്ദബുദ്ധിയെ, മണ്ട ശിരോമണിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? കാര്യം ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം അവർ വലിച്ചു കയറി ദൂരെ കളയും. ഇവൻ കറക്കുന്ന പശുവിനെ വിറ്റ് ഉരുളിയും പണയം വെച്ച് കേരളത്തിൽ നിന്നാന്ന് അറിയാമല്ലോ. പിന്നെ ഇവൻ്റെ അമ്മയുടെ കെട്ടുതാലി കൊണ്ട് മുത്തൂറ്റ് ജോർജിനും കൊടുത്തിട്ടാണ് പൈസയും പഠിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ MBA പഠിക്കാനും വലിയ വലിയ കോഴ്സ് പഠിക്കാനായിട്ട്. അപ്പനമ്മ നോക്കിയിരിക്കുക, ഇവൻ പഠിച്ച് പാസ്സായി വലിയ പിന്നെ എന്തോ വലിയ ആളാകുന്ന കണ്ട് ഇവനൊരു കുന്തം അറിയത്തുമില്ല. ഇവൻ്റെ എഴുതി ഇതുവരെ കൊണ്ട് കൊടുക്കാൻ നോക്കുകയില്ല. അപ്പോൾ പിന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കൊന്ന് ഇവനെ ചീത്ത വിളിക്കാൻ പറ്റുമോ? ഇതെങ്ങനെയോട്ട് അയക്കാൻ പറ്റുന്ന? സാധാരണ ഇംഗ്ലീഷുകാരെ എൻ്റെ കൊളീഗ്സായ ടീച്ചേഴ്സ് അവരതുപോലെ കഴിക്കുമ്പോൾ തോക്കുകയും ചെയ്യും. ഞാൻ നാട്ടിൽ നിന്നൊന്നുമില്ല, എനിക്കറിയത്തില്ല ഇവരുടെ പശ്ചാത്തലം. ഓരോ രാജ്യത്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രി. അപ്പം ഞരങ്ങുക ഒരു പ്രോബ്ലം. ഇവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിക്കണം. അവിടുത്തെ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് തീയിടണം. ധൂപകൂടത്തിൽ ധൂപവർഗം ഇടണം. ദൈവത്തിന് സൗരഭ്യവാസനയെ അർപ്പിക്കേണ്ട പ്രാർത്ഥനയാണിത്. ഇതിനകത്ത് ഗ്രാമറും ഇല്ല, സ്ട്രക്ചറും ഇല്ല, പ്രൊനൗൺസിയേഷനും ഇല്ല, കുന്തവുമില്ല. ഒരു വകയും മനസ്സിലാകത്തില്ല. എന്തുവാന്ന് ഇവന് പോലും അറിയത്തില്ല. അങ്ങനത്തെ പ്രാർത്ഥനയാണ്. അപ്പൊ പിന്നെ ആത്മാവ് എന്ത് ചെയ്യുക? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് പൗലോസിനോട് പറഞ്ഞു, നീ ഇവരോടൊന്ന് എഴുതണം. എന്ത് എഴുതണം? വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതോ തോന്നും പോലെ, ഇപ്പൊ പ്രാർത്ഥിക്കുന്നതോ അതും തോന്നുന്ന പോലെ. വേണ്ടുന്ന പോലെ അല്ല പ്രാർത്ഥിക്കുന്ന, അറിയാമോ? അറിയത്തുമില്ല. വേണ്ടും പോലെ അല്ല പ്രാർത്ഥിക്കുന്നുള്ള കാര്യമായിട്ട് അറിയത്തുമില്ല. സന്ധിയായി ഉഷസുമായി നോക്കണേ. ഇവിടെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ വി ആർ ഓൾ products of a tradition or a religion or a culture or a background which doesn't work in tune with the Holy Bible. പലപ്പോഴും നമ്മുടെ കൾച്ചർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പ്രീവിയസ് റിലിജിയൻസ്, നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതിലൊക്കെ നമ്മൾ ശരിയെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അനുശാസനങ്ങളോട് യോജിച്ചു വരാറില്ല. പ്രാർത്ഥന, എല്ലാ മതത്തിലും പ്രാർത്ഥനയുണ്ട്, എല്ലാ ദൈവവിശ്വാസികളും പ്രാർത്ഥനയുണ്ട്. നിരീശ്വരവാദി പോലും കണക്ക് പരീക്ഷ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത്. കണക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ അവൻ പോലും പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. എല്ലായിടത്തും പ്രാർത്ഥനയുണ്ട്. പ്രത്യേകത, വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഡിറക്ഷൻസ് ഉണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിലെ ആ നിർദ്ദേശങ്ങൾ നമ്മൾ ദൈവമക്കളായി ഏറെ വർഷങ്ങൾ വളർന്നു കഴിയുമ്പോഴും നമ്മളത് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞല്ലോ. അതൊക്കെ ഈ വേദശാസ്ത്രികളൊക്കെ പറയേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് വേണേ ഒരു ദിവസം പറയാം. പക്ഷെ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിക്കത്തില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പ്രോബ്ലം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം.
ഞാൻ താമസിക്കുന്ന പട്ടണത്തിൽ ഏറ്റവും വലിയ ഒരു ചേർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ചർച്ചിൻ്റെ മുഴുവൻ ചെയ്യുന്നത് ഞാനാണ്. ഒരു ദിവസം അവിടുത്തെ പാസ്റ്റർ പ്രസംഗിച്ചു, എന്തെന്നറിയാമോ? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, നിന്റെ ദൈവമായ യഹോവയുടെ മുൻപിൽ വെറും കൈയായിട്ട് വരരുത്. അപ്പോൾ ഈ ചർച്ചിലെ മെമ്പേഴ്സിൽ ഒരു മജോറിറ്റിയും പഞ്ചാബികളാണ്. കാട്ടു പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ ശരിയാണ്. സൈക്കിൾ ചവിട്ടിയോ ഓടിയോ ഒക്കെ വന്നവരാണ് ഈ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും പഞ്ചാബി അറിയത്തില്ല, ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. ഒരു പാസ്റ്റർ ഇംഗ്ലീഷ് പ്രസംഗിച്ചിട്ട് പഞ്ചാബിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതും ഇവരുടേതായ അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാകത്തുമില്ല. പക്ഷെ വെറും കൈയോട് നിന്റെ നിയമമായ യഹോവയുടെ സന്നിധിയിൽ വരരുതെന്ന് പറഞ്ഞത് ഒരു പഞ്ചാബി ചേട്ടന് മനസ്സിലായി. ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ വന്ന് ചർച്ച് ബിൽഡിംഗ് തുറക്കുമ്പോഴേ ഗേറ്റിൻ്റെ അവിടെ വലിയ പൊതിയിരിക്കുന്നു. അപ്പം ഞാനിവിടെ കൂടി അതിൽ അരിക്കണ്ടേ, ഇതെല്ലാം നോക്കണ്ടേ. വലിയ പൊതിയാണ്. നമ്മൾ പൊതി അടിച്ചു അകത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 2 ജോഡി ചെരുപ്പിരിപ്പുണ്ട്. അദ്ദേഹം വരാൻ അത്യാവശ്യം ടോയ്ലറ്റൊക്കെ പോകാനുള്ള എക്സ്ട്രാ ചെരുപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്താണ്. പിന്നെ കുറച്ച് സമോസ ഇരിപ്പുണ്ട്, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ തിന്നാനായിട്ട് സമോസ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് പൂക്കളുണ്ട്. പിന്നെ കുറച്ച് ലഡുവും ജിലേബിയും ഉണ്ട്. നല്ല കട്ടും ചുമപ്പുള്ള ഒരു വലിയ ടവലുണ്ട്, മുഖമൊക്കെ തുടയ്ക്കാനായിരിക്കും. പിന്നെ നല്ല മൂട്ടൻ 2 ബോട്ടിലും നല്ല വിസ്കിയുടെ 2 കുപ്പിയും കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ ദൈവം തമ്പുരാന് അതിൻ്റെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇനി അത് നടന്നില്ല വേണ്ട, അങ്ങനെ ദൈവത്തിന് കൊടുത്തിരിക്കുക. കാരണം ഈ പുള്ളി മുമ്പ് വന്ന് റിലിജൻ ഉണ്ടല്ലോ, ആ റിലിജൻ ഇതൊക്കെയാ ദൈവത്തിന് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞ് ഇദ്ദേഹത്തിന് അത്രേ മനസ്സിലാകത്തുള്ളൂ. ദാറ്റ്സ് അനദർ തിങ്. അപ്പോ പ്രാർത്ഥന എന്താ വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്, അത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓടിച്ച് അതിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു 5% ആ വിഷയത്തിന്റെ ഒരു 5% നമുക്ക് നോക്കാം. ബാക്കി 95% ഞാൻ പറയത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം പറയത്തില്ല, ചിലപ്പം ഇനിയും ഏതെങ്കിലും ഒരു അന്വേഷണാത്മാവ് അല്ല ബാബു സമയം കിട്ടുകയാണെങ്കിൽ അതൂടെ ബാക്കിയൊന്ന് പറയാൻ ഞങ്ങൾ ഏതെങ്കിലും കേൾക്കട്ടെ. ഞങ്ങൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, എന്നാലും കേട്ടിരിക്കാൻ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ പഴയ കീഴ്ക്കൊഴുക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിലപ്പോൾ ചെയ്തിരിക്കും പോട്ടെ. അപ്പോൾ ഈ 5% ഞാൻ പറയത്തുള്ളൂ. ഇപ്പം പ്രാർത്ഥന എന്ന അർത്ഥം വരുന്ന 3 വാക്കുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. 3 വാക്കുകളാണ്. വിശുദ്ധ എബ്രായ ഭാഷയിലാണ് ഇത് എഴുതിയത്. വിശുദ്ധ എബ്രായ ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ലാംഗ്വേജിൽ നൗൺസ് ഇല്ല, വേർബ് മാത്രമേ ഉള്ളൂ. വേർബിൽ നിന്ന് നൗൺസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാമപദങ്ങളില്ല, ബേസിക്കലി ക്രിയാപദങ്ങളേ ഉള്ളൂ. ക്രിയാപദങ്ങളിൽ നിന്നാണ് നാമപദങ്ങൾ രൂപാന്തരപ്പെടുന്നത്. അതായത് പ്രവൃത്തിയേ ഉള്ളൂ. അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു പ്രവൃത്തിയുണ്ട്. 1, 2, 3, 4 പ്രവൃത്തികളുണ്ട്. അത്രയും പ്രവൃത്തികളെ ഒരുമിച്ച് പറയുന്നതാണ് ആ വേർഡ്. അതൊരു ക്രിയാപദമാണ്. അതിന് പിന്നെ നാമപദമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം വിശുദ്ധ എബ്രായ ഭാഷയിൽ ഈ പ്രാർത്ഥനയെ കുറിക്കുന്ന 3 വാക്കുകളാണുള്ളത്. അതിലൊരു വാക്കിൻ്റെ ഒരു ഭാഗം ഞാനിപ്പോൾ പറയാം. നമുക്ക് അതിനുള്ള സമയമുണ്ട്. എന്നോട് അനിച്ചാൻ പറഞ്ഞിരിക്കുന്ന ബാബു അരമണിക്കൂർ വരെ എടുക്കാവുന്നതാണ്. എന്നാലും അരമണിക്കൂറൊക്കെ നിങ്ങൾ ഇരുത്തി വധിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ല ഇവൻ ഇവിടുന്ന് പോയിട്ട് പോലും രക്ഷപ്പെട്ടില്ലോ എന്ന്. ഇവിടെ കുഴപ്പമൊന്നും നമുക്ക് ഇവനെ അറിയാം. ഇവിടുന്ന് പോകുമ്പോഴെങ്കിലും ഇവൻ നന്നാവെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. നിങ്ങൾ ചിന്തിച്ചു പോകത്തില്ല. പോട്ടെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ 3 വാക്കുകളാണ്. അതിൽ ഒന്നാമത്തെ വാക്കിന് ഫൽ ആൽ എന്ന് പറയും. ഫൽ ആൽ. ഈ ഫൽ ആൽ എന്ന് പറഞ്ഞ വാക്കിന് അതിനൊരു അർത്ഥമുണ്ട്, അതിൽ ചില പ്രവൃത്തികളുമുണ്ട്. അതിനർത്ഥമുണ്ട്, ചില പ്രവൃത്തികളുമുണ്ട്, ചില ഇന്റൻസ്, ചില ഉദ്ദേശങ്ങളുമുണ്ട്.
ആ ഒരു വാക്കിൽ. ഇങ്ങനത്തെ 3 വാക്കുകളാണ്. ഒരു വാക്ക് ഞാൻ പറഞ്ഞ ഫൽ ആൽ. എന്താണ് ആ വാക്കിലെ പ്രവൃത്തി? ആ വാക്കിൽ ഒരു പ്രവൃത്തി, വീണ് കിടക്കുക എന്നാണ്. സാഷ്ടാംഗം വീണ് കിടക്കുക എന്നാണ്. ഇത് എവിടുന്ന ഈ ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നറിയാമോ? ഏൻഷ്യൻ വേൾഡിൽ അന്ന് പട്ടണവാസികളായ ആളുകളുടെ പട്ടണങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പട്ടണത്തിലെ മൂപ്പന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ജൂറികൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ന്യായാധിപ സംഘം. അവര് പ്രധാന ദിവസങ്ങളിൽ പട്ടണവാതിൽക്കൽ വരും പ്രശ്നം പരിഹരിക്കാൻ. അപ്പൊ പ്രശ്നക്കാരായ ആളുകൾ എന്തെന്നറിയാമോ? അവരവരുടെ പ്രശ്നങ്ങൾ എഴുതി ഇങ്ങനെ ചുരുട്ടി ചുരുളിലാക്കി വന്നിങ്ങനെ ക്യൂ നിൽക്കും. ഇവരുടെ റോൾ വരുമ്പോൾ ഇവർ മുന്നോട്ട് ചെന്ന് ഇതവിടെ കൊടുക്കും. കൊടുത്ത ശേഷം സാഷ്ടാംഗം വീണ് ഒരു കിടപ്പ് അവിടെ കിടക്കും. എന്തിനു വേണ്ടി? ഇതിൽ എഴുതി കൊടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് വരെയും അവർ വീണ് കിടക്കുക. അപ്പോൾ ഒരാള് വേറൊരാളെ കാണാൻ ചെന്നിരിക്കട്ടെ, ചോദിച്ചു, വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, അവിടുത്തെ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിന്റെ അപ്പച്ചൻ എന്ത് ചെയ്യും? അപ്പച്ചൻ പ്രാർത്ഥിക്കുക. അപ്പച്ചൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുന്ന എന്താ ആളുകൾ എന്ത് മനസ്സിലാക്കണം? കേൾക്കുന്ന ആൾ മനസ്സിലാക്കേണ്ട, അപ്പച്ചൻ സോഫയിൽ ഇങ്ങനെ ചാരിയിരുന്ന് വേറൊരു കസേര കാൽ രണ്ടും എടുത്ത് ഒരു കാലിൻ്റെ കൊണ്ടേക്ക് മറ്റേ കാലും വെച്ച് തല ഇങ്ങനെ കൈകൊണ്ട് താങ്ങി അങ്ങനെ അപ്പച്ചൻ പറ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാന്നോ? അല്ല, വീണ് കിടക്കുകയാ. ദൈവസന്നിധിയിൽ വീണ് കിടക്കുക. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഇന്റന്റ്. നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും, അപ്പം ബാബു കട്ടിലേലും കസേരയിലും സോഫയിലും ഒന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പുരാണ് കേൾക്കാനൊക്കത്തില്ലയോ എന്ന്. ആ ബോഡിയുടെ പോസ്ചർ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദ പ്രിപ്പയർനെസ് ഓഫ് ദ മൈൻഡ്. മനസ്സെങ്ങനായിരിക്കുന്നുള്ളതാണ്. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. മനുഷ്യൻ പുറമേ ഉള്ളതാണ് കാണുന്നത്, ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു. ഞാൻ ഫിസിക്കലി കംപ്ലീറ്റ് ഡിസേബിൾഡ് ആയ ഒരു മനുഷ്യന്. എന്നെ കാണുമ്പോൾ നിങ്ങളായിരിക്കും ടൈയൊക്കെ ഇടയിലും മുടക്കാനിട്ടിരിക്കുന്നതെന്ന്. ചുമ്മാ എഴുന്നേറ്റ് നടക്കാൻ പോലും എഴുന്നേക്കാൻ വയ്യല്ലോ. വീൽ ചെയറിലാണ് ഇരിക്കുന്നത് കേട്ടോ, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. യാത്ര ചെയ്യുന്നതൊക്കെ വീൽ ചെയറിലാണ്. ഈ മുറി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഈ മുറി, അത്രേ ഉള്ള എൻ്റെ ലോകം. അപ്പൊ എനിക്ക് തറയിൽ നിന്നാനും ഇരിക്കാനും മുട്ടുകുത്താനും ഒന്നും പറ്റത്തില്ല. പക്ഷെ ഈ കസേരയിൽ നിന്നാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നോക്കുന്നവൻ കസേരയിൽ നിന്നാന്നോ പ്രാർത്ഥിക്കുന്നല്ല, അവൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പ്രാർത്ഥനയിലെ ഒന്നാമത്തെ കാര്യം വീണ് കിടക്കുക. രണ്ടാമത്തെ കാര്യം, ഇയാള് സംസാരിക്കുക. പ്രാർത്ഥനയിൽ ആരോട് സംസാരിക്കുക? സ്പീക്കിംഗ് ടു ദി ഹയസ്റ്റ് അതോറിറ്റി. ഉന്നത അധികാരിയോട് സംസാരിക്കുക. എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ഏറ്റവും ഉന്നതനായ അധികാരി ആരാണ്? സ്വർഗസ്ഥനായ ദൈവം. അപ്പൊ ഉന്നത അധികാരിയോട് സംസാരിക്കുന്നു പറയുമ്പോൾ നമ്മൾ എന്താ അതിനകത്ത് മനസ്സിലാക്കണ്ടേ? നമുക്കും ഇങ്ങനെ എടുക്കാം. നമ്മുടെ കീഴ്ക്കുഴലിനും വയലത്തിനും ഇടയ്ക്ക് ഒരു തോടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ കാലത്ത് ഒരു കൊച്ചു തടിപ്പാലമായിരുന്നു. പിന്നെ അത് ഒരു ചെറിയ വാർപ്പൊക്കെ ഉള്ളൊരു പാലമാക്കി. ഇപ്പം 2 കരക്കാരോട് തീരുമാനിക്കാം, നമുക്ക് നല്ലൊരു പാലം ഈ കണ്ടത്തിനും റോഡിനും എല്ലാം കൊണ്ട് ഇടയ്ക്ക് നല്ലൊരു പാലം കിട്ടിയാൽ നമുക്ക് കാറയിൽ അങ്ങോട്ട് പോകാമല്ലോ. ഒക്കെ നല്ല ഐഡിയ. അപ്പം നമുക്ക് ആരോട് പറയണം? കേരളത്തിലെ ഉന്നത അധികാരിയായ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനില്ലയോ? പിണറായി വിജയനോട് നമുക്ക് പോയി പറയാം. ഓക്കെ, ശരി, തീരുമാനിച്ചു. അപ്പൊ ആരാ ഇനി പോകേണ്ടി ആരാന്ന് നോക്കിയപ്പോൾ അവിടെ 2-3 അധ്യാപകരൊക്കെ ഉണ്ട്. അപ്പൊ അവർ പോയാൽ അവർക്കിവിടെ പള്ളിക്കൂടത്തിൽ പിള്ളേരുടെ നോട്ട് ബുക്ക് നോക്കണം, എന്തെല്ലാം പരിപാടിയുണ്ട്. പിന്നെ ആരെയും വിളിക്കുന്നു? അവിടെ നമുക്ക് 2-3 കച്ചവടക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ കോനാട്ടിൽ ഉപയോഗിച്ചാനൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല കച്ചവടക്കാരുണ്ട്. അവർക്ക് ചന്തയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ടെന്ന് കച്ചവടം നടത്താനുള്ള സമയമുള്ളൂ. പിന്നെ ആരാ ഉള്ളത്? പിന്നെ അവിടെ 2-3 ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവർ വണ്ടി ഓടിക്കണ്ടായോ? ഇനി ആരാ ഉള്ളത്?
ഇനി ഇവിടെ പ്രത്യേകിച്ച് വലിയ വിവരമൊന്നും ഇല്ലാതെ ചുമ്മാ ബീഡിയും വലിച്ചുകൊണ്ട് വെറുതെ കലങ്ങിയിരിക്കുന്ന കൊച്ചു പേര് കാര്യം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വിദ്യാഭ്യാസമില്ല, വിവരമില്ല. ആ, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അവരെ അയക്കാം. എവിടെ? തിരുവനന്തപുരത്ത് പോയി പറയാൻ. ഇനി ഇവർ ചെല്ലുക, ഇവർക്ക് ഈ കൂടെ ചെല്ലുകയല്ലേ. ഇവർ പാർട്ടി ഓഫീസിൽ നിന്ന് കത്തൊക്കെ മേടിച്ചാലായിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് പിണറായിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ്, എടാ പിണറായി, ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്കൊരു പാലം വേണം. അത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ കയറിയൊക്കെ പോകാനായിട്ടാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചപ്പം ഞങ്ങൾ തീരുമാനിച്ചു നിന്നോട് ഒന്ന് പറയാൻ. അതുകൊണ്ട് കാര്യം അവർ പറഞ്ഞ് ഈ പിണറായി ഉണ്ടല്ലോ, അവൻ വിചാരിച്ചെങ്കിലും നടക്കത്തുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ നാടിന് വേണ്ടി ഞങ്ങൾ വന്ന് നിന്നോട് പറയുകയാണ്, നീ ഇപ്പോൾ തന്നെ കടലാസ് എടുത്ത് നിന്റെ ഉത്തരവെഴുതണം. നീ അത് ഫോർവേഡ് ചെയ്യണം. എത്തൻ്റെ ഓഫീസിൽ എത്തിയിരിക്കണം. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കണമെന്ന് ശക്തിയായിട്ട് ഞങ്ങൾ നിന്നോട് പറയുകയാണ്. അങ്ങനെ പറയോ? അങ്ങനെ പറയോ? എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല ഉന്നത അധികാരിയോട് സംസാരിക്കുന്ന ഭാഷ ഇതാണോ. ഇനി ഞാൻ വേറൊരു സാമ്യരൂപം കൂടെ പറയാം. ഇപ്പൊ നമ്മുടെ കീഴ്ക്കൊള്ളുകാരെല്ലാം കൂടി ഒരു വലിയ കൺവെൻഷൻ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചെന്നിരിക്കട്ടെ. അനുജ എന്നോട് പറഞ്ഞായിരുന്നു ഒരു കൺവെൻഷൻ നടത്തിയെന്ന്. ഒരു വലിയ കൺവെൻഷൻ നടത്തിയെന്നിരിക്കട്ടെ. അപ്പം അവിടെയുള്ള യാക്കോബ സഭയും ഭർത്താമ സഭയും പിന്നെ 3-4 IPC-കാരും ചാരുവനും എല്ലാവരും കൂടി ചേർന്നാണ് കൺവെൻഷൻ നടന്നത്. അപ്പോൾ കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരു സ്വാഗത കമ്മിറ്റിയുണ്ട്, ഒരു ഫുഡ് കമ്മിറ്റിയുണ്ട്, ഒരു ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുണ്ട്, അനൗൺസ്മെന്റ് കമ്മിറ്റിയുണ്ട്, പബ്ലിസിറ്റി കമ്മിറ്റിയുണ്ട്. ഇങ്ങനെ ധാരാളം കമ്മിറ്റികൾ ഫോം ചെയ്യുകയാണ്, ഓരോരുത്തർ കഴിവുള്ള ആൾക്കാരെ. അവസാനം നോക്കിയപ്പോഴും നമ്മൾ ഈ പ്രെയർ കമ്മിറ്റി ഉണ്ടാക്കിയില്ല, പ്രെയർ ടീം ഉണ്ടാക്കിയില്ല. അപ്പൊ നോക്കിയപ്പം ശരിയാ, പ്രെയർ ടീം. അപ്പോൾ 2-3 അച്ഛന്മാരെ അമ്മച്ചിമാരെ പിടിച്ചു. അവരോട് പറഞ്ഞു, അച്ഛന് പ്രത്യേകിച്ച് ഒരു കഴിയുമില്ലല്ലോ, പക്ഷെ അച്ഛന് പ്രാർത്ഥിക്കാൻ കഴിയും. ചേട്ടത്തിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ലെങ്കിലും ചേട്ടത്തിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. കഴിയും. എന്നല്ലേ? അപ്പം വർത്തമാനം പറയാൻ അറിയത്തില്ല, വിദ്യാഭ്യാസമില്ല, വിവരമില്ല, പരിസരബോധമില്ല, ഈ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ യാതൊരു കുന്തമില്ല. ഒരു വിവരം ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനാ കമ്മിറ്റിയിലെടുത്തു. ഞാൻ രസകരം അറിയാം, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ IPC-കാരനെന്നുള്ള കാര്യം. ഞങ്ങളുടെ കൊമ്പനാട് ഞങ്ങളുടെ IPC-യുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു പ്രെയർ ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ പ്രെയർ ബോർഡ് ഉണ്ടാക്കി ഒരാളുടെ പ്രെയർ ബോർഡിന്റെ ചെയർമാനുമാക്കി. അപ്പൊ എന്നോട് വേറൊരാൾ പറയാ, ബാബു അവൻ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവനല്ല, എന്നാൽ ഇങ്ങനെങ്കിലും അവനൊന്ന് പ്രാർത്ഥിക്കട്ടെന്ന് അതിനാ പ്രെയർ ബോർഡിന്റെ ചെയർമാനാക്കിയെന്ന്. അപ്പൊ നോക്കി, ഇവിടെ നമ്മൾ പ്രെയർ ബോർഡ് ഉണ്ടാക്കി, പ്രെയർ ബോർഡിന്റെ മെമ്പേഴ്സിനുണ്ടാക്കി. മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്നറിയാമോ? യാതൊരു വിവരവും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരമ്മച്ചി വയലത്തിൽ ഇങ്ങനെ വരികയാണ്, പ്രാർത്ഥന നടക്കുന്ന വരുന്നുണ്ടേ. ഇതെല്ലാം എൻ്റെ ഭാവനയായിട്ട് നിങ്ങൾ ഓർത്തോണം. എൻ്റെ കാര്യം നിങ്ങൾ ഇന്ന് ഡ്രൈവ് ഹോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരാൾ ചോദിച്ചു, അന്നമ്മച്ചേട്ടത്തി എങ്ങോട്ടാ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കുഞ്ഞേട്ടൻ എന്ത് ചെയ്യേ? അച്ഛാനേ കോഴഞ്ചേരി വരെ പോയതാണ്. ഇവരുടെ കെട്ടിയാൻ. അപ്പൊ എന്ത് വിവരമുണ്ടെന്ന് ഓർത്തോണം. അച്ഛാനേ കോഴഞ്ചേരി വരെ, എന്തോ ഒരു ഭയഭക്തി അച്ഛാനെ എന്ന് പറയുമ്പോൾ 3-ാം ക്ലാസ്സിൽ തോറ്റതാ. പോട്ടെ. അങ്ങനെ അച്ഛാനേൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നു. അങ്ങോട്ട് പ്രാർത്ഥന മൂത്തപ്പോൾ, ദൈവമേ നീ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരണം, നിന്റെ കൈ നീട്ടണം. ഞങ്ങൾ നിന്നോട് പറയുന്നു, ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നീ പ്രവർത്തിക്കണം. നീ പ്രവർത്തിച്ചിരിക്കണം. ആര്? നീ പ്രവർത്തിച്ചിരിക്കണം. കാൽക്കാശിന് വിവരമില്ലാത്ത കെട്ടിയവനെ അച്ചായൻ എന്ന് വളരെ ബഹുമാനത്തോടെ പറയാൻ ഈ ചാടത്തിക്കറിയാം. പക്ഷേ
ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അവർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യർ കാണാൻ കഴിയാത്തവൻ, നിത്യത മുതൽ നിത്യതയോളം ജീവിക്കുന്ന നിത്യനായ ദൈവം, സർവശക്തൻ, സകലത്തിനെല്ലാക്കും സകലത്തിനും കാരണഭൂതനമായവൻ, സകലത്തെയും ശക്തിയുള്ള വചനം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വിളിച്ചു വരുത്തിയവൻ, ദൂതന്മാരാൽ ആരാധിക്കപ്പെടുന്നവൻ, അതിപരിശുദ്ധനായ ദൈവം. ആ ദൈവത്തെ സംബോധന ചെയ്യുമ്പം മലയാള ഭാഷയിലെ ഏറ്റവും ബഹുമാനമില്ലാത്ത വാക്കുകൾ തന്നെ പറക്കിയെടുത്ത് നീ, നിന്റെ, അവന്, അവന്റെ എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങ് പറയും. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന വേദശാസ്ത്ര അജ്ഞന്മാർ തുടങ്ങി ഇങ്ങ് താഴെ ഇരിക്കുന്ന നമ്മുടെ വിവരമില്ലാത്ത അമ്മച്ചി ഉണ്ടല്ലോ, ഈ അമ്മച്ചി വരെ ഒരു ബഹുമാനമില്ലാത്ത വാക്കുകൾ പറക്കി എടുത്ത് ദൈവത്തെ പറ്റി പറഞ്ഞിരിക്കും. ഞാൻ മുമ്പ് ഒരാളോട് ചോദിച്ചപ്പം അദ്ദേഹം വലിയ വേദശാസ്ത്ര അജ്ഞനാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി അജ്ഞന്മാരുണ്ട് നമുക്ക്. അപ്പോൾ ഒരച്ഛൻ എന്നോട് പറഞ്ഞു, പിന്നെ ദൈവം എന്നാ പിന്നെ ഇവിടുത്തെ പാർവതിയരാണോ അങ്ങൂന്നൊന്ന് വിളിക്കാനെന്ന്. മണ്ണായിക്കലെ ഒരു പ്രവൃത്തിയാരുണ്ടായിരുന്നു, പാർവതിയാർ ഞങ്ങൾ പറയും. നമുക്കറിയാലോ മണ്ണായിക്കാർ നമ്മുടെ വളരെ പ്രൊമിനൻ്റായ ഒരു ഫാമിലി അല്ലേ, വളരെ ഹൈലി റെസ്പെക്റ്റഡ് ആയ ഒരു ഫാമിലി അല്ലേ. അവിടുത്തെ എല്ലയോ വക്കീലൊക്കെ ആദ്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ ദൈവം എന്നെ പാർവതിയരാണോ എന്ന് അങ്ങൂന്നൊന്ന് വിളിക്കാൻ. അത് ശരി. അപ്പൊ പാർവതിയാരെ അങ്ങൂന്നൊന്ന് വിളിക്കാൻ അറിയാം, സർവശക്തനായ ദൈവത്തെയോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതാ ഈ വേട്ടവൻ ഒരു വിവരമില്ലതായിപ്പോല്ലോ, ഇവിടെ വെച്ച് അവൻ വലിയ വിവരമില്ല, അവന്റെ ഗതി ഇത് തന്നെയാ. ദൈവത്തിന് കുഴപ്പമില്ല, പിന്നെ വേട്ടവരെ ബാബുനാണോ ഞങ്ങൾ ദൈവത്തെ നീ എന്നും നിന്റെ എന്നും അവനെന്നും അവന്റെ എന്നും വിളിച്ചതിൽ പരാതി? സ്വാഭാവികമാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി ദൈവം തന്നെ പറയണം. എന്തോ ദൈവം മറുപടി പറയുന്നത്? മലാക്കി പറഞ്ഞ 1-ാം അധ്യായത്തിൽ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ എന്റെ ന്യായാധിപതിയെങ്കിൽ, അപ്പനെങ്കിൽ സ്നേഹം എവിടെ? ഞാൻ എന്റെ ന്യായാധിപതിയെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? എന്നോടുള്ള ബഹുമാനം എവിടെ? ഈ വർത്താനം കേട്ടിട്ടാ പിന്നെ പറയുന്ന വർത്താനങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അല്ലേ? വാട്ട് ഈസ് ദി എവിഡൻസ്? വാട്ട് ഈസ് എ പ്രൂഫ്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ബാബു ഇത് മലയാള ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അന്നേ കാരണം സായിപ്പിന്റെ ഇംഗ്ലീഷ് നമ്മൾ എഴുതിയ, സായിപ്പിന്റെ ഇംഗ്ലീഷ് എല്ലാം യുവും യൂറും യുവേഴ്സും ഹിയും ഹിസും ഒക്കെ ഹിമ്മും ഒക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ഒരു മോണക്കിയുണ്ട്, ഒരു രാജഭരണമുണ്ട്, രാജവംശമുണ്ട്. അവിടുത്തെ രാജാവിനെയും രാജ്ഞിയെയും അഭിസംബോധന ചെയ്യുമ്പം യു എന്നും യുവർ എന്നും ഒരൊറ്റ പ്രാവശ്യം പോലും പറയത്തില്ല, പറയാൻ പാടില്ല. ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു ജൂവിഷ് ടൗണിൽ 10 വർഷം പാസ്റ്ററായിരുന്നു. അതവിടുത്തെ ലാർജസ്റ്റ് ചേർച്ചാണ്. അപ്പോൾ ചേർച്ചിൽ ഓരോ പബ്ലിക് മീറ്റിംഗ് വരുന്നുണ്ടേ പ്രധാനപ്പെട്ട ആളുകൾ, കൗണ്ടിയിലെ മേയർ, സിറ്റി മേയർ, ടൗൺ മേയർ ഒക്കെ വരും. ഒക്കെ വരുന്നുണ്ടേ അവരെ ഈ കാർ പാർക്ക് മുതൽ ചർച്ച് ബിൽഡിംഗ് വരെ അനുഗമിച്ച് കൊണ്ടുവരേണ്ട ഒരാൾ ഞാനാണ്. അപ്പോൾ അവരുടെ അടുത്തിരിക്കുകയും വേണം. അപ്പോൾ അവരുടെ ഓഫീസ് നേരത്തെ ഒരു ഷീറ്റ് തരും. അവരെ നിങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വാക്കുകളെ പറയാവൂ. ഹീ ഈസ് ഹിയർ എന്ന് പറയരുത്. ഉണ്ടോ? ആർ യു ഓക്കെ സാർ എന്ന് കൗണ്ടി മേയറിനോട് കയറി ചോദിച്ചു കളയരുത്. റെസ്പെക്ട്ഫുള്ളായ ടെർമിനോളജിയുള്ള ലിസ്റ്റ് അടിച്ച് കൈത്തരും. അവർ റോയൽ പാലസിൽ പോവുകയാണെങ്കിലോ ക്വീനെ അഭിസംബോധന ചെയ്യുകയാണെങ്കിലോ റെസ്പെക്ട്ഫുള്ളായ വേർഡ്സേ പറയാവൂ. അത് എഴുതി അടിച്ചെങ്കിൽ തരും. അല്ല ഒന്ന് പറഞ്ഞു നോക്കണം.
സെക്കൻഡിനുള്ളിൽ അവന്റെ കയ്യെ വിലങ്ങി വീഴും, അങ്ങ് പോവുകയും ചെയ്യും. ഇംഗ്ലണ്ടിലെ രാജാവിന് അല്ലെ രാജ്ഞിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇടാനുള്ള പെർമിഷൻ ഇല്ല, അധികാരമില്ല. പക്ഷെ അവരെ ബഹുമാന സൂചകം അവരോട് സംസാരിക്കണമെന്ന് ഈ ഭാഷയിൽ അറിയാം. സ്വർഗസ്ഥനായ ദൈവമോ അർഹിക്കുന്നില്ല, എങ്ങനെ വിളിച്ചാൽ മതി, എങ്ങനെ വിളിച്ചാൽ മതി. വിശുദ്ധ വേദപുസ്തകം എഴുതിയത് ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഒന്നുമല്ല, വിശുദ്ധ എബ്രായ ഭാഷയിലാണ്. ഞാൻ ആ ഭാഷയിൽ വേദപുസ്തകം പഠിച്ച് ആ ഭാഷയിൽ വർഷങ്ങളായിട്ട് വേദപുസ്തകം പൊരുൾ തിരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരൊറ്റ പ്രാവശ്യം പോലും ഈ യു എന്ന്, നീ എന്ന് പറയുന്ന ടെർമിനോളജി ഒരൊറ്റ പ്രാവശ്യം എൻറ്റയർ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല, പറയത്തില്ല, പറയാൻ പറ്റത്തില്ല. അതാ ദൈവത്തോടുള്ള ബഹുമാനം. അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ടു ദ ഹയസ്റ്റ് അതോറിറ്റിയാ, ഉന്നത അധികാരിയോട് സംസാരിക്കുക. നമ്മുടെ ഭാഷയിൽ, പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ, ഒരുപാട് റെസ്പെക്ട്ഫുൾ ടെർമിനോളജി ഉള്ള ഒരു ഭാഷയാണ് നമ്മുടേത്. ഒരുപാട് റെസ്പെക്ട്ഫുൾ ടെർമിനോളജീസ് ഉള്ള ഒരു ഭാഷയാണ്. അതുകൊണ്ട് നമ്മുടെ മലയാള ഭാഷയിൽ റെസ്പെക്ട്ഫുൾ ടെർമിനോളജീസ് ഉള്ളത് കൊണ്ട് ഡിസ്റെസ്പെക്ട്ഫുള്ളായ ഒരൊറ്റ വാക്ക് സ്വർഗസ്ഥനായ ദൈവത്തോട് സംസാരിപ്പാൻ, പ്രാർത്ഥിക്കാനും സ്വർഗസ്ഥനായ ദൈവത്തെപ്പറ്റി സംസാരിക്കാനും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, അല്ല തോന്നും പോലാണ് കുഴപ്പമില്ല, പ്രാർത്ഥിച്ചു. ഇനി ഞാൻ ഈ വാക്കിലെ ഫലാൽ എന്ന വാക്കിൽ അർത്ഥമാക്കിയ കാര്യങ്ങൾ ഇനി പറഞ്ഞു വരുന്നത്. ഫലാൽ എന്ന വാക്കിൻ്റെ ഒരു പ്രധാന ഇൻറ്റന്റ് എന്ന് പറയുന്നത്, ലോർഡ് ഐ നീഡ് എ മിറക്കിൾ, ഐ നീഡ് എ മിറക്കിൾ. എനിക്കൊരു അത്ഭുതം വേണം. Now comes the question, what is miracle? മിറക്കിൾ എന്ന വേർഡ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. പറഞ്ഞ പോലെ എനിക്ക് സമയമില്ലല്ലോ, അതല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന എന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെ ആദ്യം വരുന്നത്? നിങ്ങൾ വേദപുസ്തകം മുഴുവൻ അരിച്ചു പറക്കി നോക്കിയാൽ കാണത്തില്ല. കാണാത്തതിൻ്റെ കാരണം പ്രാർത്ഥന എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പരിഭാഷകന് മനസ്സിലായില്ല. അതുകൊണ്ട് അത്രേ ഉള്ള കാര്യം, പരിഭാഷ മനസ്സിലായില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ അടുത്ത് ഇറങ്ങി വരുന്നു. അബ്രഹാം വളരെ വൃദ്ധനാണ്. ഒരു മോനെയൊക്കെ ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിലും അതൊക്കെ നടക്കത്തില്ല എന്നുള്ള ഉറപ്പായി. ആ ഏജൊക്കെ ക്രോസ് ചെയ്തു പോയി. ദൈവം വന്നിട്ട് അബ്രഹാമിനോട് ചോദിക്കുന്നു, അബ്രഹാമേ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈസ് there anything too hard for the Lord? ആ വാക്യത്തിൽ ആ പ്രാർത്ഥന എന്ന വേർഡ് ആദ്യം വരുന്നത് എന്താണെന്നറിയാമോ? വഇത്പലൈ അഡനായ് ദവ്ആർ. വഇത്പലൈ അഡനായ് ദവ്ആർ. ഞാൻ ക്ലാസിക്കൽ ഹീബ്രു പറഞ്ഞത്. അതൊന്ന് മലയാളത്തിലൊരു പരിഭാഷപ്പെടുത്താൻ പറഞ്ഞാൽ, ഞാൻ പരിഭാഷപ്പെടുത്താൻ വന്നിങ്ങനെ, അബ്രഹാമേ, നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ, നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തിത്തരണമെന്ന് നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ? ഫൽആൽ എന്ന വേർഡ് ആദ്യം അവിടെ വരുന്നത്. അബ്രഹാം വൃദ്ധനായി, സാറാമ്മച്ചും വൃദ്ധനാ, ഇനിയൊരു മക്കളൊന്നും ഉണ്ടാകത്തില്ല. സ്വന്തം ശരീരം പറഞ്ഞു ഇനി നടക്കാൻ പോകുന്നില്ലെന്ന്. ചുറ്റുപാടുള്ളവരും പറഞ്ഞു ഇനി പ്രതീക്ഷിക്കേണ്ടത്. യാഥാർത്ഥ്യബോധം പറയും, സെൻസ് ഓഫ് റിയാലിറ്റി പറയും, ഇനി പ്രതീക്ഷിക്കേണ്ട തീർന്നു പോയി എന്ന്. അങ്ങനെ നടക്കത്തില്ലെന്നും തീർന്നു പോയെന്നും ഇനി പ്രതീക്ഷിക്കേണ്ടെന്നും ഇവിടെ കൊണ്ട് സകലം അവസാനിച്ചെന്നും ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തിത്തരണം.
എന്ന് നിനക്ക് എന്നോടൊന്ന് പറയാമോ? നിനക്ക് എന്നോടൊന്ന് പറയാമോ? അതാ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഐറ്റംസ് ഇരിപ്പുണ്ട്. ഐ ഹാവ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വിത്ത് മീ. ലോകം എന്നോട് പറഞ്ഞത്, അറിവുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്, ചുറ്റുപാടുമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത്, എൻ്റെ തന്നെ യാഥാർത്ഥ്യബോധം എന്നോട് പറഞ്ഞത്, ഇനി ഇതൊന്നും പ്രതീക്ഷിക്കണ്ട, നടക്കത്തില്ലെന്നാ. ലണ്ടനിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ഹാമസ്മിത്ത് ഹോസ്പിറ്റലിൽ 2.5 ആഴ്ച ഒരു ഡെഡ് ബോഡിയായിട്ട് കിടന്ന മനുഷ്യനായി ഞാൻ DNAR എഴുതി വെച്ച് തീർന്നുപോയി എന്ന് മണ്ടയ്ക്ക് എഴുതി വെച്ചിരിക്കുക. അങ്ങനെ കിടന്ന ഒരാളാ. എൻ്റെ ഭാര്യയോട് ഡോക്ടർമാർ പറഞ്ഞത്, ഒരു ചെറിയ അനക്കം ഇവിടെ ഉണ്ട്, അത് തീരുമ്പോൾ ഈ ട്യൂബെല്ലാം ഊരിയിട്ട് ഞങ്ങൾ ഡെഡ് ബോഡി തരാമെന്ന്. എല്ലാ ദിവസവും രാവിലെ പറയുന്നത്. രാത്രി വരെ അവിടെ ഇരിക്കും ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. രാത്രി പറയാം, ആ അനക്കം തീർന്നില്ല, ഇപ്പോഴും ഇച്ചിരി ഉണ്ട്, അത് കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഡെഡ് ബോഡി തരാം. 2.5 ആഴ്ച. ഒരിക്കൽ കരഞ്ഞൊരു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നെ കാണാൻ വന്ന ഒരു പാസ്റ്ററോട് എൻ്റെ ഭാര്യ ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ ഒറ്റയ്ക്കായി പോവുമോ? ഞാൻ തനിയാവുമോ? ലോകം മുഴുവൻ പറഞ്ഞ് നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തിത്തരണം എന്ന് അബ്രഹാമേ, നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ? അതാ പ്രാർത്ഥന. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.